നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഗോളടിച്ചിട്ട് വിനി ജൂനിയർ ഒരു സെലിബ്രേഷൻ കാണിച്ചില്ലേ? കരയുന്ന സെലിബ്രേഷൻ. അതിന് പുറകിൽ ഒരു കഥയുണ്ട്. യെസ്, ഒരു പകവീട്ടലിൻ്റെ കഥ, ഒരു മധുര പ്രതികാരത്തിൻ്റെ കഥ. മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്ത് അവരുടെ ആരാധകർ ഒരു ടിഫോ ഉയർത്തി വിനി ജൂനിയറെ കളിയാക്കിക്കൊണ്ട്. അതായത് ബാലൻഡിയോർ റോഡ്രി ഉമ്മ വെക്കുന്നു, ആ ചിത്രം വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ എഴുതിയിരിക്കുന്നു സ്റ്റോപ്പ് ക്രൈയിങ് യുവർ ഹാർട്ട് ഔട്ട്. ഓഹ്, വിനിയെ ക്രൈയിങ് ബേബി ആക്കുന്നു. ബാലൻഡിയോർ കിട്ടാത്തതിലെ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലാണ്. സോ വിനി അതിന് മറുപടി കൊടുത്തതാണ് ഈ കരച്ചിൽ. വിനി അതിന് പറയുന്നുണ്ട്, ഓർക്കുന്നില്ലേ നിങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ടിഫോ? ഫുട്ബോൾ നമുക്ക് രണ്ടാമതൊരവസരം തരും. ഇത് ആ സമയമാണ്. ഞാൻ സ്കോർ ചെയ്തു. അതിന് തന്നെ നൽകിയ സെലിബ്രേഷനാണത്. ശരിക്കും പറഞ്ഞാൽ അതൊരു മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതായിരുന്നില്ല. കഴിഞ്ഞ വർഷം അവർ ഒരു ഫണ്ണായിട്ട് കാര്യങ്ങൾ ചെയ്തു. ഇത് ഫുട്ബോളാണ്, സോ ടുനൈറ്റ് ഞാനത് കോപ്പി ചെയ്തു എന്നാണ് ഇപ്പോൾ വിനി ജൂനിയർ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ചുരുക്കത്തിൽ അന്ന് കിട്ടിയതിന് ഇന്ന് തിരികെ കൊടുത്തതാണ് വിനി ജൂനിയർ. അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റി റയൽ മാഡ്രിഡിന് മുന്നിൽ വീണ് പുറത്താവുന്നത് ഒരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. അഞ്ചാം തവണയാണ് നോക്കൗട്ടിൽ ലോസ് ബ്ലാങ്കോസിനോട് പരാജയപ്പെട്ട് അവർ പുറത്തേക്ക് പോകുന്നത്. നേരത്തെ 2015-16 1-0 തോറ്റു പുറത്തായിരുന്നു അഗ്രിഗേറ്റ് സ്കോർ. 2021-22 അഗ്രിഗേറ്റ് സ്കോർ 6-5 റയലിനോട് തോറ്റു പുറത്തായി. 2023-24 4-4 സമനില, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 റയൽ മാഡ്രിഡ് വിജയിച്ച് കയറി. 2024-25 6-3 സിറ്റിയെ റയൽ പരാജയപ്പെടുത്തിയത്. ഇതായിപ്പോൾ 5-1 വമ്പൻ തോൽവി തന്നെ അവർക്ക് അഗ്രിഗേറ്റിൽ കൊടുത്തുകൊണ്ട് റയൽ മുന്നോട്ടേക്ക് പോകുന്നു. സോ സിറ്റിയെ തകർക്കുക എന്നുള്ളത് റയലിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. മാത്രമല്ല വിനി ജൂനിയർ എപ്പോഴും അവർക്കെതിരെ മികവ് കാണിക്കുന്നു. വിനി ഓൺസ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന വെറുതെ എല്ലാ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.